കർക്കിടക മാസം ഒരു പഞ്ഞമാസമാണെന്ന് പറയുന്നത് കേൾക്കാമല്ലേ? അതെ, കർക്കിടകം എങ്ങനെ കഴിച്ചു കൂട്ടും, ഇനി എങ്ങനെ ഈ ഒരു മാസം തള്ളി നീക്കും എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും ആദ്യമൊക്കെ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. അത് ശരി തന്നെ, ഇപ്പോഴും അതില്ലാന്നല്ല, ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലെ കഥയൊക്കെയാണ് അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് പഴയ കാലത്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കപ്പങ്ങയൊക്കെ ശരിക്കും പറഞ്ഞാൽ മക്കളെ പോറ്റി എന്നാണ് അതിനെ വിളിച്ചിരുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അതിൻ്റെ പേര് ഈ പപ്പായയൊക്കെ ഇല്ലേ അതിന് മക്കളെ പോറ്റി. ശരി തന്നെയാണ്, നമ്മളെ മുറ്റത്തുണ്ടാകുന്ന ആ കപ്പങ്ങയും പപ്പായയൊക്കെ പറിച്ചിട്ട് നമ്മൾ വിശപ്പടക്കിയിരുന്ന ഒരു കാലം. ആ ഒരു കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ അയവർക്കിക്കൊണ്ടാണ് അമ്മ ഇവിടെ ഇരുന്നിട്ട് ഈ താള് മുറിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ അമ്മ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് താള് വെക്കും, നിങ്ങൾ എന്താക്കിയാലും വേണ്ടില്ല, ഞാൻ ഇന്ന് താള് കറി വെച്ചേ ഇരിക്കും. ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പോയി പറിച്ചിട്ട് വന്നതാണ് ഈ ഒരു താള് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ രാവിലെ വേവിച്ച് വെച്ച ചെറുപയറും ലേശം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുക്കറിലേക്ക് തന്നെ ഇത് രണ്ടും കൂടി അങ്ങ് മിക്സാക്കി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. പരിപ്പാണെങ്കിൽ പരിപ്പ് ഇടാട്ടോ, പക്ഷേ ചെറുപയർ ഉണ്ടായതുകൊണ്ട് അതങ്ങനെ ഇട്ടതാണ്. പിന്നെ അതിനകത്തേക്ക് നമ്മൾ സാധാ വെക്കുന്ന പോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഒരു ലേശം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ വെക്കാനൊന്നും കയറുന്നില്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും വെച്ചിട്ടൊന്നുമില്ല. കാര്യം വെക്കാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേങ്കിൽ നമ്മൾ വെച്ചിട്ടൊന്നുമില്ല, അവരുടെ ഇഷ്ടത്തിന് അവർ വെച്ചോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ച് അമ്മ എന്നെ വെച്ചോന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും സാധനം ഇങ്ങോട്ട് വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ചെറുപയറിനെ വേവിച്ച് വെച്ചതായതുകൊണ്ട് വലിയ വേവില്ല. അപ്പോൾ താളും ഒക്കെ ഇങ്ങോട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ മറ്റേ എന്തോ ഒരു ഡയലോഗ് പറയുന്ന പോലെ തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി എന്ന് പറയില്ലേ, പക്ഷേ അത്ര പുച്ഛിക്കേണ്ട ആവശ്യമൊന്നുമില്ല. താളും ഈ ചെറുപയറും കൂടി ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, നല്ല സ്വാദുണ്ട് കേട്ടോ. ആദ്യമൊന്നും ഞങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷേങ്കിൽ കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട്, നല്ല സ്വാദുണ്ട്. ശരിക്കും പറഞ്ഞാൽ കർക്കിടകത്തിൽ കഴിക്കണം അല്ലേ നമ്മൾ ഇലക്കറികളായാലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ചൊറിഞ്ഞനം വരെ വറവാക്കിയിട്ട് കഴിക്കുമെന്നൊക്കെ പറയുന്നില്ലേ, ശരി തന്നെയാണ്. നമുക്ക് കിട്ടിയാൽ നമുക്ക് ഒരു ദിവസം ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും കറിയൊക്കെ ഇതാ ഇവിടെ നല്ല അടിപൊളിയായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കർക്കിടകത്തിൽ ഒരു ദിവസം ഞങ്ങളും വെച്ച് അങ്ങനെ താള് അടിപൊളി കേട്ടോ. അപ്പോൾ ഇത്തിരി ചോറും എടുത്തിട്ട് ഞാൻ അതിനകത്തേക്ക് നമ്മളെ കറി അങ്ങോട്ട് ഒഴിച്ചിട്ട്, അപ്പോൾ എൻ്റെ ഇപ്പുറം ഇരുന്നിട്ട് എൻ്റെ മോനിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഏകദേശം കഴിച്ച് കഴിയാനായി. എന്നിട്ട് ഞാൻ പറഞ്ഞ്, നന്ദു ഒരു പിടി മോനൊന്ന് വായിൽ വെച്ച് നോക്കിയേ. പക്ഷേ അവനിത് കണ്ടിട്ട് അവനോട് പറഞ്ഞു, ആദ്യം എന്നോട് പറഞ്ഞു എനിക്ക് വേണ്ടമ്മേ വേണ്ടമ്മേ എന്ന് പറഞ്ഞേട്ടാ. വീഡിയോയിലായതുകൊണ്ട് നല്ല രീതിയിൽ വേണ്ടമ്മേ എന്ന് പറഞ്ഞേട്ടാ, വേണ്ടമ്മേ എന്നൊക്കെ ഉള്ള രീതിയിൽ. പക്ഷേ ഞാനൊന്നും കൂടി അവനെ നല്ലോണം നിർബന്ധിച്ചു, അത് വെറുതെ ഒന്ന് കഴിച്ചു നോക്കാം, എന്നിട്ട് നീ നല്ലതെന്ന് പറഞ്ഞ വീഡിയോക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ ദാ ഇങ്ങനെ കഴിച്ചു. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത് കേട്ടോ. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, അമ്മ നല്ല രസമുണ്ടോ. ഞാൻ കട്ടാക്കിയപ്പോഴും ഞാൻ വിചാരിച്ചു ഞാൻ മാറ്റി പറയുമെന്ന്. നോക്കുമ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ നല്ല രസമുണ്ടമ്മേ. ഞാൻ സത്യത്തിൽ പറഞ്ഞാൽ നല്ല രസമുണ്ട്. അങ്ങനെ 2-3 പിടി എൻ്റെ അടുത്തുനിന്ന് എൻ്റെ മോൻ വാങ്ങി കഴിച്ചേട്ടാ. ശരിക്കും അവൻ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അത് കഴിച്ചത് കേട്ടോ. അപ്പോൾ നമ്മളെ മക്കൾ നമ്മളാണ് ശീലിപ്പിക്കേണ്ടതല്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ മക്കൾക്ക് ഇത് എന്താണെന്ന് പറഞ്ഞില്ലെങ്കിൽ ഒന്ന് കൊടുത്തു നോക്കിയാൽ അവർ കഴിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത്ര നല്ല രസമുണ്ട്, സ്വാദുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഹെൽത്തിയുമാണ്. അപ്പോൾ എന്തായാലും ഞാനും വാരി വലിച്ചങ്ങോട്ട് അടിക്കുന്നുണ്ട്. അപ്പം മുറ്റത്ത് നിൽക്കുന്ന താളിനെ ഇനി വെറുതെ വിടണ്ട, എല്ലാവരും പോയി അടി അങ്ങോട്ട് മുറിച്ചിട്ട് ഒരു കറി അങ്ങോട്ട് ആക്കിക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.